എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് +1 ഫിസിക്സിലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. എക്സാമിന് ഏതൊക്കെ സെക്ഷൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെ സെക്ഷനിൽ നിന്നിട്ടുള്ളതാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കപ്പം ചാപ്റ്ററിലേക്ക് പോകാം. അതിനു മുമ്പിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ആദ്യമായിട്ട് ഹീറ്റ്, ടെമ്പറേച്ചർ എന്നതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഹീറ്റ് എന്ന് വെച്ചാൽ ഹീറ്റ് ഈസ് ദി ഫോം ഓഫ് എനർജി which transformed from one body to another because of their temperature difference. ഹീറ്റ് എന്നത് ഒരു എനർജിയുടെ ഫോമാണ്. അത് ഹയർ ടെമ്പറേച്ചറുള്ള ബോഡിയിൽ നിന്നിട്ടും ലോവർ ടെമ്പറേച്ചറുള്ള ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ബിക്കോസ് ഓഫ് ദെയർ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ, ടെമ്പറേച്ചർ ഈസ് ദി ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. ഓക്കെ, ടെമ്പറേച്ചർ ഈസ് ദി ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദി ബോഡി. അപ്പം ഹീറ്റിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ഒരു ഡെഫിനിഷനാണ് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഹീറ്റിൻ്റെ യൂണിറ്റ് എന്നത് ജൂളാണ്, SI യൂണിറ്റ്. അതുപോലെ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നത് കെൽവിനാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് തെർമോമീറ്ററിനെ കുറിച്ചിട്ടാണ്. എന്താണ് തെർമോമീറ്റർ എന്ന് ചോദിച്ചാൽ, ടെമ്പറേച്ചർ മെഷർ ചെയ്യണ ഒരു ഡിവൈസാണ് തെർമോമീറ്റർ. അപ്പം 2 ടൈപ്പ് തെർമോമീറ്ററുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലിക്വിഡ് ഇൻ ഗ്ലാസ് ടൈപ്പ് ആണ്. ലിക്വിഡ് ഇൻ ഗ്ലാസ് ടൈപ്പ് തെർമോമീറ്റർ. അതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ലിക്വിഡിൻ്റെ വോളിയം റൈസ് ആയിട്ട്, അതാണ് ഈ തെർമോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അത് ആണ് ഇതിൻ്റെ ബേസിക്. അപ്പോൾ മെർക്കുറി തെർമോമീറ്റർ ലിക്വിഡ് ഇൻ ഗ്ലാസ് ടൈപ്പ് തെർമോമീറ്ററിന് എക്സാമ്പിളാണ്. അവിടെ മെർക്കുറി യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ടുള്ള പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചാൽ, മെർക്കുറി എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആയതുകൊണ്ടിട്ട് തന്നെ ഗുഡ് കണ്ടക്ടറാണ്. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കത്തില്ല, അല്ലേ? മെർക്കുറി നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഇത് ടെമ്പറേച്ചറിന് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ എന്തുണ്ടാവും? അതിന് എക്സ്പാൻഷൻ സംഭവിക്കും. അങ്ങനെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് മെർക്കുറിക്കുള്ളത്. അതുകൊണ്ടിട്ടാണ് തെർമോമീറ്ററിൽ മെർക്കുറി യൂസ് ചെയ്യണത്. അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണത് കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് ടൈപ്പ് തെർമോമീറ്ററാണ്. കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് ടൈപ്പ് തെർമോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഫോളോ ചെയ്തിട്ടുള്ളതാണ്. PV = nRT ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നമുക്ക് പറയാം ലോ ഡെൻസിറ്റിയിൽ PV ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T എന്നാണ്. ഇനി വോളിയം കോൺസ്റ്റൻ്റ് ആയി എടുത്താൽ പ്രഷർ എന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ഇതാണ് കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് ടൈപ്പ് തെർമോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ തെർമോമീറ്റർ എന്ന സെക്ഷനിൽ നിന്നിട്ട് തെർമോമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഡിവൈസാണ്. 2 ടൈപ്പ് തെർമോമീറ്റർ ഉണ്ട്, ലിക്വിഡ് ഇൻ ഗ്ലാസ് ടൈപ്പും കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് ടൈപ്പും. അപ്പോൾ അതിൻ്റെ 2ൻ്റെയും പ്രിൻസിപ്പിൾ അറിയുക. ഇവിടെ മെർക്കുറിക് തെർമോമീറ്ററിനെ കുറിച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ മനസ്സിലാക്കി വെക്കാം. അടുത്തതായിട്ട് പറയുന്നത് ടെമ്പറേച്ചർ സ്കെയിലുകളെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ടും 3 ടൈപ്പ് ടെമ്പറേച്ചർ, 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സ്കെയിലുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, അതുപോലെ കെൽവിൻ. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നത് കെൽവിനാണ്. അപ്പം ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? അതായത് ഡിഗ്രി സെൽഷ്യസ് തന്നാൽ എങ്ങനെ നമുക്ക് ഫാരൻഹീറ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഫാരൻഹീറ്റിൽ വാല്യൂ തന്നാൽ എങ്ങനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാം? ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഡിഗ്രി ഫാരൻഹീറ്റ് = 9/5 ഡിഗ്രി സെൽഷ്യസ് + 32. അടുത്തതായിട്ട് കെൽവിനും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള റിലേഷനാണ്. അതായത് കെൽവിനിലെ വാല്യൂ എന്നത് ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള വാല്യൂവിന് 273 ആഡ് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കെൽവിനിൽ നിന്നും കെൽവിൻ്റെ വാല്യൂവിൽ നിന്നിട്ടും 273 മൈനസ് ചെയ്താലും മതി.
അതുപോലെ ഇങ്ങനെ നമുക്ക് യൂണിറ്റ് കൺവേർഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് സാറിന് കണ്ടുപിടിക്കേണ്ടതായിട്ട് ചോദിക്കാറുണ്ട്. ഒരു കാര്യം കൂടെ, ഐസ് പോയിൻ്റ് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഇനി സ്റ്റീം പോയിൻ്റ് എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ കാണുവാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. 4ാമത്തെ സെക്ഷൻ ഗ്യാസ് ലോസ് ആണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോയിൽസ് ലോയും ചാൾസ് ലോയുമാണ്. ഓൾറെഡി എല്ലാ കൂട്ടുകാർക്കും ഇതിനെക്കുറിച്ചിട്ട് ഐഡിയ ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ബോയിൽസ് ലോ എന്താണെന്ന് നോക്കാം. ബോയിൽസ് ലോ എന്നത് വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണെന്ന് പറയുന്ന ലോയാണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് അറ്റ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ്, അല്ലെങ്കിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ഒരു പർട്ടിക്കുലർ വെയ്റ്റുള്ള ഗ്യാസിന് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലായിരിക്കും. വോളിയം കൂട്ടിയാൽ പ്രഷർ കുറയും. PV എന്നത് കോൺസ്റ്റൻ്റ് ആണ്. P1 V1 = P2 V2 എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ബോയിൽസ് ലോൻ്റെ പ്രോബ്ലംസ് സാധാരണ ചെയ്യുക. ബോയിൽസ് ലോ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലുള്ള കാൽക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ ബോയിൽസ് ലോയിൻ്റെ ഗ്രാഫുകളെല്ലാം അറിയപ്പെടുന്നത് ഐസോതേം എന്നതാണ്. എന്ന് വെച്ചാൽ സെയിം ടെമ്പറേച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. Pയും 1/V എടുത്താൽ ഇങ്ങനെ പോവും ഗ്രാഫ്. Vയും 1/P ആണെങ്കിൽ ഇങ്ങനെ പോവും. Vയും Pയും എടുത്താൽ ഓരോ ഡിഫറെൻറ്റ് വേരിയബിൾസ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഗ്രാഫിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇവിടെ പറയണത്. ഇനി PV എടുത്താൽ സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഇവിടെ PV എടുത്ത് P എടുത്തു, ഇവിടെ PV V ആയാലും സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ഗ്യാസസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ വരുവാണെങ്കിൽ, ഇതേപോലെയുള്ള കർവ് കിട്ടുവാണെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള കർവിനായിരിക്കും ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളത്. ഇപ്പം PVൻ്റെ ഗ്രാഫ് വന്നിട്ട് 3 ടൈപ്പ് T1 T2 T3 തന്നാൽ T1 > T2 > T2 ആയിരിക്കും. അതുപോലെ Pയും 1/Vയും തരികയാണെങ്കിൽ ഇവിടെ T1 ആയിരിക്കും. T1 T2 T3 T1 > T2 > T3 ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം. അടുത്തായിട്ട് ചാൾസ് ലോ എന്നത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ്. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഒരു ഗിവൺ മാസ് നമ്മൾ ഗ്യാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വോളിയം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടും. അപ്പോൾ വോളിയം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് V/T എന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രോബ്ലംസ് കമ്പാരിസൺ ചെയ്തിട്ട് തരുവാണെങ്കിൽ V1/T1 = V2/T2 എന്ന ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താവുന്നതാണ്. ചാൾസ് ലോയിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ ആയതുകൊണ്ട് തന്നെ ചാൾസ് ലോൻ്റെ ഗ്രാഫുകൾ ഐസോബാർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം വോളിയവും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്താലും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. ഇനി വോളിയവും ടെമ്പറേച്ചറും വെച്ചിട്ട് 3 ഡിഫറെൻറ്റ് ഗ്യാസസ് തരികയാണെങ്കിൽ അതിൻ്റെ പ്രഷർ നമ്മൾക്ക് തരുവാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ P3 ആയിരിക്കും ഏറ്റവും കൂടുതൽ ദാൻ P2 ദാൻ P1. അപ്പം P3 > P2 > P1 എന്നതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഗ്യാസ് ലോസിൻ്റെ നെക്സ്റ്റ് സെക്ഷനായിട്ട് പഠിക്കുന്ന കാര്യമാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് V = പ്രൊപ്പോർഷണൽ ടു P എന്നതാണല്ലോ. അപ്പം അത് ബോയിൽസ് ലോ ആണ്. അടുത്ത ചാൾസ് ലോ ആണ്. ഇത് ചാൾസ് ലോ ആണ്. V = പ്രൊപ്പോർഷണൽ ടു T. അതുകൊണ്ട് നമുക്ക് പ്രൊപ്പോർഷനാലിറ്റി സൈൻ്റെ ലെഫ്റ്റ് സൈഡ് വോളിയം ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് ചേർത്തെഴുതാം. അപ്പം V = പ്രൊപ്പോർഷണൽ ടു 1/P × T. അതായത് PV is directly proportional to T എന്ന ഇക്വേഷൻ വന്ന് അതിൽ നിന്ന് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഡിറൈവ് ചെയ്തെടുക്കാം. PV = nRT. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. 8.314 ആണ് സാധാരണ ജൂളിൽ ഉള്ള വാല്യൂ. സാധാരണ എന്ന് പറഞ്ഞത് നോർമലി നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത് നമുക്ക് ജൂളിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്ക് 8.314 ആണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. ഒരു ഇക്വേഷൻ കൂടെ പഠിക്കാനുണ്ട്, കമ്പൈൻ ഗ്യാസ് ഇക്വേഷൻ. P1 V1/T1 = P2 V2/T2. അപ്പോൾ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷനാണ്. 2 ഗ്യാസസിൻ്റെ തരികയാണെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് ലോസും ഒക്കെ പഠിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ കൂട്ടുകാർക്കും തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ടെമ്പറേച്ചർ എടുക്കുമ്പോഴത്തേക്ക് അത് കെൽവിനിലാണ് എടുക്കേണ്ടത്. എസ്പെഷ്യലി നമ്മൾ ചാൾസ് ലോൻ്റെ ഡെഫിനിഷൻ പറയുമ്പോഴും ഓൾറെഡി ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വോളിയം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ടെമ്പറേച്ചർ കെൽവിനാണ് കേട്ടോ. അപ്പം അത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഏതൊരു പ്രോബ്ലം ചെയ്താലും നമ്മൾ ടെമ്പറേച്ചർ കെൽവിനിൽ തന്നെയാണ് എടുക്കേണ്ടത്.
തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് തെർമൽ എക്സ്പാൻഷൻ എന്നത്. തെർമൽ എക്സ്പാൻഷൻ സാധാരണ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചു കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നതിന് പറയുന്ന പേരാണ് തെർമൽ എക്സ്പാൻഷൻ. അങ്ങനെയല്ലേ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ഇൻക്രീസസ് ഈസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ. മനസ്സിലായി കാണുമല്ലോ. തെർമൽ എക്സ്പാൻഷൻ പ്രധാനമായിട്ട് 3 ടൈപ്പാണ്: ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ ആൻഡ് വോളിയം എക്സ്പാൻഷൻ. എന്താണ് ലീനിയർ എക്സ്പാൻഷൻ നോക്കാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലെങ്ത് ഓഫ് എ സോളിഡ് കൂടുകയാണെങ്കിൽ അതിന് പറയും ലീനിയർ എക്സ്പാൻഷൻ. അതായത് ഇൻക്രീസ് ഇൻ ലെങ്ത് ആണ് ഓൺ ദി ബേസിസ് ഓഫ് എന്താ പറയുന്നത്, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ലെങ്ത് കൂടുന്നു ഓൺ ദി ബേസിസ് ഓഫ് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പം ഓക്കെ, ലീനിയർ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ലെങ്ത് ഓഫ് എ സോളിഡ് കൂടുകയാണ് അതിന് പറയും ലീനിയർ എക്സ്പാൻഷൻ. ലെങ്ത് ഓഫ് എ സോളിഡ് മറന്നു പോയത്. ഡെൽറ്റ എൽ എന്ന് വെച്ചാൽ ആ കൂടിയ എമൗണ്ട് ആണ് ലെങ്ത്ത്. ഡെൽറ്റ എൽ ബൈ എൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്നതാണ്. അതായത് ലെങ്ത്ത് കൂടുന്ന ഡെൽറ്റ എൽ എന്ന് വെച്ചാൽ കൂടിയ ഇൻക്രീസ് ആണ് ബൈ എൽ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി, അല്ലെങ്കിൽ ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഈ ആൽഫ എല്ലിനെ പറയാം കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്തത്. അപ്പോൾ ആൽഫ ടീന് കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ലീനിയർ എക്സ്പാൻഷൻ്റെ കോയിഫിഷ്യൻറ്റ്. അടുത്തതായിട്ട് എന്താണ് ഏരിയ എക്സ്പാൻഷൻ നോക്കാം. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഒരു സോളിഡിൻ്റെ ഏരിയ കൂടുന്നതിന് പറയുന്ന പേരാണ് ഏരിയ എക്സ്പാൻഷൻ. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഏരിയ ഓഫ് എ സോളിഡ് ഇൻക്രീസസ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എ ബൈ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്നാണ്. ഡെൽറ്റ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു വരും ഡെൽറ്റ എ ബൈ എ ഈക്വൽ ടു ആൽഫ എ ഇൻറ്റു ഡെൽറ്റ ടി. ആൽഫ എ എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ആണ്. അടുത്തതായിട്ട് നമുക്ക് വോളിയം എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് കൂടുന്നതിന് പറയുന്ന പേരാണ് വോളിയം എക്സ്പാൻഷൻ. വോളിയം എക്സ്പാൻഷൻ. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ഇൻക്രീസസ് ഇറ്റ്സ് കോൾഡ് വോളിയം എക്സ്പാൻഷൻ. അതായത് ഡെൽറ്റ വി ബൈ വി ഇസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പം ഇവിടുത്തെ ആൽഫയ്ക്ക് പറയുന്ന പേരാണ് കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് രണ്ട് ഡെറൈവ് അല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന 2 റിസൾട്ടുകൾ കൂടെ അവിടെ പറയുന്നുണ്ട്. ആൽഫ എ അഥവാ കോയിഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 2 times കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. അതുപോലെ തന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്നത് 3 times കോയിഫിഷ്യൻ്റ് എക്സ്പാൻഷൻ, ലീനിയർ കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എല്ലാ വർഷവും അല്ലെങ്കിൽ തന്നെ നമ്മൾ അടുപ്പിച്ചുള്ള ഏതെങ്കിലും 2-3 പബ്ലിക് എക്സാം നോക്കുകയാണെങ്കിൽ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് തെർമൽ എക്സ്പാൻഷനിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിച്ചു വെക്കുക. തെർമൽ എക്സ്പാൻഷൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്നാൽ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്താണെന്ന് ചോദിച്ചാൽ വാട്ടർ കൺട്രാക്ട് ചെയ്യും 0 degree Celsius മുതൽ 4 degree Celsius വരെ പോകുന്ന സമയത്ത്. ഓക്കെ, വാട്ടർ കൺട്രാക്ട്സ് ഹീറ്റിംഗ് ഫ്രം 0 degree Celsius ടു 4 degree Celsius. ഇതതിൻ്റെ അനോമലസ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം വാട്ടറിന് അപ്പോൾ എന്താ വി ക്യാൻ സേ ദാറ്റ് ഡെൻസിറ്റി ഇൻക്രീസസ്. മനസ്സിലായില്ലേ? അതായത് 0 degree Celsius നിന്ന് 4 degree Celsiusലോട്ട് പോകുമ്പം വാട്ടറിൻ്റെ ഡെൻസിറ്റിക്ക് എന്ത് പറ്റും, കൂടി വരും. അപ്പോൾ നമുക്ക് പറയാം വാട്ടറിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള എപ്പോഴാണെന്ന് ചോദിച്ചാൽ 4 degree Celsius. ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആപ്ലിക്കേഷനാണ് എന്താണ് പറയുന്നത്, വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ പോളാർ റീജിയനിലുള്ള റിവറുകളൊക്കെ മഞ്ഞുകാലം ആകുമ്പോഴത്തേക്ക് എല്ലാം സ്റ്റിൽ ഐസായിട്ട് മാറുകയാണെങ്കിൽ അവിടെ താമസിക്കുന്ന മീനുകളൊക്കെ സ്റ്റിൽ ഐസായിട്ട് മാറേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ കൂളാകുമ്പോഴത്തേക്ക് ആദ്യം കൂളാവുക വാട്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലേക്കിൻ്റെ സർഫസ് ആയിരിക്കും. അപ്പോൾ ലേക്കിൻ്റെ സർഫസ് കൂളാകുമ്പോൾ എന്ത് ചെയ്യും, സർഫസിൽ ഐസ് കട്ടയായിട്ട് മാറും. പക്ഷേ അവിടെ ഐസ് കട്ടയായിട്ട് മാറുമ്പോഴും അതൊരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിട്ട് ആ ലേക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് ഐസായിട്ട് മാറില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെ എന്ത് ചെയ്യും, അവിടെ നമുക്ക് മീനുകൾക്കും അങ്ങനെയൊക്കെയുള്ള ജീവജാലങ്ങൾക്കൊക്കെ അവിടുത്തെ ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതൊരു ഇമ്പോർട്ടൻസ് ആണ്. ഇത്തരത്തിൽ
ഈ ഒരു ഫീച്ചർ നമ്മുടെ വാട്ടറിന് ഉണ്ടായിരുന്നില്ല എങ്കിൽ അവിടുത്തെ ഡൈവേഴ്സിറ്റി ഫുള്ള് ഡാമേജ്ഡ് ആയി പോകാൻ. അപ്പം വാട്ടറിൻ്റെ ഒരു അനോമലസ് പ്രോപ്പർട്ടി തന്നെയാണിത്. അപ്പം അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇത് രണ്ടും മനസ്സിലേക്ക് കാണുമല്ലോ. അപ്പം ഇതും ഒന്ന് പഠിച്ചു നോക്കുക. സാധാരണ എക്സാമിൽ കണ്ടുവരാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. തെർമൽ എക്സ്പാൻഷനോടൊപ്പം തന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെക്ഷനാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? നമുക്ക് നോക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 kilogram സബ്സ്റ്റൻസ് ബൈ 1 degree Celsius ഓർ 1 Kelvin. അതായത് എത്രത്തോളം ഹീറ്റ്, ഇത് സ്പെസിഫിക് എന്ന ഈ ഒരു വാക്കിൽ നിന്നാണ് ഇതിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. സ്പെസിഫിക് എന്ന് വെച്ചാൽ പർട്ടിക്കുലർ, സേ 1 kilogram സബ്സ്റ്റൻസ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ അർത്ഥം ഒരു കെൽവിൻ അല്ലെങ്കിൽ ഒരു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന എനർജി എന്ന് പറയുന്ന പേരാണ്, അപ്ലൈ ചെയ്യുന്ന ഹീറ്റിന് പറയുന്ന പേരാണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ 1 kilogram സബ്സ്റ്റൻസ്, സ്പെസിഫിക് എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. 1 kilogram സബ്സ്റ്റൻസിൻ്റെ 1 kilogram സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius അല്ലെങ്കിൽ 1 Kelvin റൈസ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യണ ഹീറ്റ് എനർജിക്ക് പറയണ പേരാണ്, ആ ഹീറ്റിന് പറയണ പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 kilogram സബ്സ്റ്റൻസ് ബൈ 1 degree Celsius ഓർ 1 Kelvin ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എളുപ്പമാണ്. അതിനെ സ്മാൾ എസ് കൊണ്ടിട്ടാണ് ഡിനോട്ട് ചെയ്യണത്. സ്മാൾ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി. എം എന്ന് വെച്ചാൽ മാസാണ്, ടി ടെമ്പറേച്ചറാണ്. അടുത്ത ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എം എസ് ഡെൽറ്റ ടി എന്നതാണ്. ഓക്കെ, എസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ജൂൾ പെർ കെൽവിൻ കിലോഗ്രാം ആണ്. നോക്കുക, ഹീറ്റ് കപ്പാസിറ്റീൻ്റെ ജനറൽ ആയിട്ടുള്ള എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കെൽവിൻ എന്നതുള്ളതാണ്. എന്നാൽ ജൂൾ പെർ കെൽവിൻ ഇവിടെ സ്പെസിഫിക് ആയതുകൊണ്ടിട്ട് പെർ കിലോഗ്രാം കൂടെ വരുന്നു. അങ്ങനെയാണ് ജൂൾ പെർ കെൽവിൻ കിലോഗ്രാം റൈസ് ടു -1 എന്നതായത്. അടുത്ത ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. ഓക്കെ, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 degree Celsius ഓർ 1 Kelvin. ജനറലായിട്ട് പറയുന്നു ഹീറ്റ് കപ്പാസിറ്റി ഒരു സബ്സ്റ്റൻസിൻ്റെ 1 degree Celsius 1 Kelvin റൈസ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഹീറ്റ്. അപ്പം അത് ക്യാപിറ്റൽ എസ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അതിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ അല്ലെങ്കിൽ ജൂൾ കെൽവിൻ റൈസ് ടു -1. ഓക്കെ, അടുത്ത മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 degree Celsius ഓർ 1 Kelvin. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഒരു മോള് സബ്സ്റ്റൻസിൻ്റെ, മോൾ എന്നൊക്കെ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമല്ലോ, അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന് പറയുന്നവരെ 1 mole. അപ്പം ഒരു മോള് സബ്സ്റ്റൻസിൻ്റെ 1 degree Celsius അല്ലെങ്കിൽ 1 Kelvin റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റിന് പറയുന്ന പേരാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സി എന്നതാണ് ഡിനോട്ട് ചെയ്യണത്. സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എൻ ഡെൽറ്റ ടി. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. എസ് ഐ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഹീറ്റ് കപ്പാസിറ്റി ജൂൾ പെർ കെൽവിൻ ആണ്. ഇവിടെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയതുകൊണ്ടിട്ട് ജൂൾ പെർ കെൽവിൻ മോൾ റൈസ് ടു -1. ഓക്കെ, അല്ലെങ്കിൽ ജൂൾ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1. എന്താണ് സി വി, എന്താണ് സി പി എന്നത് നമ്മളിപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്യാം. സി വി എന്നത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. സി പി എന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. സി പിയും സി വിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് സി പിയിൽ നിന്ന് സി വി കുറച്ചാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് കിട്ടും. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് ജൂളിലുള്ള 8.314 ആണ്. അടുത്തതായിട്ട് എക്സാമിന് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് കലോറിമെട്രി എന്ന സെക്ഷനെ കുറിച്ചിട്ടുള്ളത്. എന്താണ് കലോറിമെട്രി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനി പറയുന്ന പേരാണ് കലോറിമെട്രി. കലോറിമെട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ്. അടുത്തതായിട്ട് കലോറിമെട്രീൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന കാര്യമാണ് കലോറിമീറ്റർ. എന്താണ് കലോറിമീറ്റർ? അതൊരു ഡിവൈസാണ്. കലോറിമെട്രി ഹീറ്റ് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് കലോറിമീറ്റർ. കലോറിമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വെൻ എ ഹോട്ട് ബോഡി ആൻഡ് കോൾഡ് ബോഡി കം ഇൻ കോണ്ടാക്ട്, അതായത് ഒരു ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും കോണ്ടാക്റ്റിലായിട്ടിരുന്നാൽ ചേർന്നിരുന്നാൽ
the heat lost by the hot body is equal to the heat gained by the hot body. അപ്പോൾ ഹോട്ട് ബോഡിയിൽ ഉണ്ടാകുന്ന ഹീറ്റിനുണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് നമ്മൾ കോൾഡ് ആയിട്ടുള്ള ബോഡിക്ക് കിട്ടുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ഹീറ്റ് അതിന് ഗെയിൻ ചെയ്ത എമൗണ്ട് ഓഫ് ഹീറ്റ് ആയിരിക്കും. അതാണ് കലോറിമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് കലോറിമീറ്റർ. അപ്പോൾ കലോറിമീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ കൂടെ പഠിക്കാനുണ്ട്, എളുപ്പമായിട്ട് ഞാൻ പറയാം. കലോറിമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ മെറ്റാലിക് വെസൽ. ഒരു മെറ്റാലിക് വെസൽ ഉണ്ട്. എവിടെ മെറ്റാലിക് വെസൽ? ഓക്കെ, ഇത് ബോംബ് കലോറിമീറ്ററിൻ്റെ സ്ട്രക്ചറാണ്. എളുപ്പമായിട്ട് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ പടം വെച്ചിട്ടുകൂടെ ഒന്ന് പറഞ്ഞുതരാം. കലോറിമീറ്റർ കൺസിസ്റ്റ് ഓഫ് മെറ്റാലിക് വെസൽ ആൻഡ് സ്റ്റിറർ. അപ്പം കലോറിമീറ്ററിനകത്തൊരു മെറ്റാലിക് വെസലുണ്ട്, ഒരു സ്റ്റിർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിററുണ്ട്. വെസൽ കെപ്റ്റൻ ഇൻസൈഡ് വുഡൻ ജാക്കറ്റ്. ഒരു വുഡൻ ജാക്കറ്റിനകത്താണ് വിച്ച് കണ്ടെയ്ൻസ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. അപ്പോൾ വുഡൻ ജാക്കറ്റിന് പുറത്തേക്ക് ആ ഹീറ്റ് പോകത്തില്ല. ഇവിടെ ഈ ഒരു സെക്ഷനകത്തും ഫുള്ള് ഹീറ്റ് ഐസൊലേറ്റഡ് ആയിരിക്കും, ഇനി പുറത്തേക്ക് പോവില്ല. അപ്പോൾ അങ്ങനെ എന്താണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനകത്ത് ഹീറ്റ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേറ്റഡ് ആക്കി വെക്കുന്നത്. ദെയർ ഈസ് എൻ ഓപ്പണിംഗ് ഇൻ ദി ഔട്ടർ ജാക്കറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു വെസലിൻ്റെ ഔട്ടർ ജാക്കറ്റിൽ എന്തുണ്ടാവും? ഒരു ഓപ്പണിംഗ് ഉണ്ട്. ത്രൂ വിച്ച് ദി മെർക്കുറി തെർമോമീറ്റർ ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ടു കലോറിമീറ്റർ. അവിടെ വെച്ചിട്ട് ഒരു തെർമോമീറ്റർ കലോറിമീറ്ററിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വെൻ എ സോളിഡ് ഹോട്ട് ബോഡി പ്ലേസ്ഡ് ഇൻ കലോറിമീറ്റർ. ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഹോട്ട് ബോഡി നമ്മൾ കലോറിമീറ്ററിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഹീറ്റ് ലോസ്ഡ് ബൈ ഹോട്ട് ബോഡി ക്യാൻ ഫൈൻഡ് ഔട്ട്. അവിടെ ഹീറ്റ് ലോസ് ഉണ്ടാവുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ഒന്നുകൂടെ വായിക്കാം. ഹീറ്റ് ലോസ്ഡ് ബൈ ദി ബോഡി ക്യാൻ ഫൈൻഡ് ഔട്ട് ബൈ ഫൈൻഡിങ് ഹീറ്റ് ഗെയിൻഡ് ബൈ ദി മെറ്റീരിയൽസ് ഓഫ് ദി കലോറിമീറ്റർ. അപ്പോൾ കലോറിമീറ്ററിൽ ഗെയിൻ ചെയ്ത ഹീറ്റ് ഗെയിൻഡ് ബൈ ദി മെറ്റീരിയൽസ് ഓഫ് ദി കലോറിമീറ്റർ. കലോറിമീറ്ററിലെ മെറ്റീരിയൽസ് ഗെയിൻ ചെയ്ത ടെമ്പറേച്ചർ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ വ്യത്യാസം, ഹീറ്റിൻ്റെ വ്യത്യാസം എത്രയാണെന്ന് നമുക്ക് തെർമോമീറ്റർ വെച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, തെർമോമീറ്റർ വെച്ച് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാം? അവിടുത്തെ ഹീറ്റിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പം ഇതാണ് ശരിക്കും ബോംബ് കലോറിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ. എല്ലാവരും നോക്കുക, ഞാനിത് വളരെ സിമ്പിളായിട്ട് പറയാം. അതായത് ഇതൊരു ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. മീൻസ് ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഈ ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് ഹീറ്റ് ഡ്രോപ്പായി പോവില്ല. അപ്പം നമുക്ക് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, നമുക്ക് സാമ്പിളിനകത്തെ ഹീറ്റാണ് മെഷർമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സാമ്പിൾ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഫുള്ള് വാട്ടറാണ്, ഇവിടെ ഇവിടെ കറക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റെറിങ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല ഹോട്ടായിട്ടുള്ള സംഭവമാണ്. ഇവിടെ നിന്നിട്ടും അതിൻ്റെ ഹീറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് അത് വാട്ടറിലേക്ക് എത്തുന്നുണ്ട്. വാട്ടറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്താവും? റൈസ് ആവും. ആ ടെമ്പറേച്ചർ റൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സംഭവം കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ റൈസ് ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്ര ഹീറ്റ് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് വന്നു എന്ന് ഇവിടെ തെർമോമീറ്ററിൽ റീഡിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കലോറിമീറ്റർ വർക്ക് ചെയ്യണ പ്രിൻസിപ്പിൾ. ഒന്നുകൂടെ ഒന്ന് വായിച്ചേക്കാം. ഇപ്പം എല്ലാവർക്കും കറക്റ്റായിട്ട് കാണാമല്ലോ അല്ലേ? വെൻ എ ഹോട്ട് ബോഡി, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വെൻ എ ഹോട്ട് ബോഡി ആൻഡ് കോൾഡ് ബോഡി കം ഇൻ കോണ്ടാക്റ്റിലിരുന്നാൽ ദി ഹീറ്റ് ലോസ്റ്റ് ബൈ ദി ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ദി ഹീറ്റ് ഗെയിൻഡ് ബൈ ദി കോൾഡ് ബോഡി. ഓക്കെ, കലോറിമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ മെറ്റാലിക് വെസൽ ആൻഡ് സ്റ്റിറർ. അത് കോപ്പറോ അലൂമിനിയം മെയ്ഡ് ആയിരിക്കും. ദി വെസൽ കെപ്റ്റ് ഇൻ ഇൻസൈഡ് വുഡൻ ജാക്കറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഓക്കെ, ദർ ഈസ് ആൻ ഓപ്പണിംഗ് ഇൻ ദി ഔട്ടർ ജാക്കറ്റ് through which a mercuric thermometer can be inserted into the calorimeter. When a solid hot body is placed in calorimeter, heat lost by the hot body can find out by finding heat gained by the materials of the calorimeter. ഇവിടെ ഉണ്ടായ മെറ്റീരിയൽ എന്താ? വാട്ടറാണ്. അപ്പോൾ വാട്ടറിന് എത്രത്തോളം ഹീറ്റ് ഗെയിൻ ചെയ്തു എന്ന് നമുക്ക് തെർമോമീറ്റർ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് കലോറിമീറ്ററിൻ്റെ ഫങ്ഷൻ. അടുത്തതായിട്ട് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നാണ് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒന്ന് കണ്ടക്ഷൻ എന്ന മെത്തേഡ് വഴി, അടുത്ത കൺവെക്ഷൻ, അടുത്ത റേഡിയേഷൻ. ഇത് 3ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് എന്താണ് കണ്ടക്ഷൻ എന്ന് നോക്കാം. കണ്ടക്ഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് പാർട്സ് ഓഫ് എ ബോഡി ബിക്കോസ് ഓഫ് ദെയർ ടെമ്പറേച്ചർ ഡിഫറൻസ്.
അതായത് കോണ്ടാക്റ്റിലിരിക്കുന്ന ഒരു ബോഡി അല്ലെങ്കിൽ കോണ്ടാക്റ്റിലിരിക്കുന്ന ഡിഫറെൻറ്റ് ബോഡി അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സ്, അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടിയെടുത്ത് നിന്നിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞിടത്തേക്ക് എന്ത് ചെയ്യും, ഹീറ്റ് പോകുന്നതിന് പറയുന്ന പേരാണ്, ആ ഒരു കോണ്ടാക്റ്റിലിരിക്കുന്നതിന് പറയുന്ന പേരാണ്, അവിടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന പേരാണ് കണ്ടക്ഷൻ. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് പാർട്സ് ഓഫ് എ ബോഡി ബിക്കോസ് ഓഫ് ദെയർ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ ഒരു പടം കൂടെ നമ്മൾ വരച്ചു കൊടുക്കണം. ടെമ്പറേച്ചർ ഹൈ ഉള്ളതാണ് TH, ഇവിടെ ടെമ്പറേച്ചർ C ഉള്ളതാണ് കുറവുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ ഹൈ ഉള്ളിടത്ത് നിന്ന് ടെമ്പറേച്ചർ കുറവ് TCയിലേക്ക് പോകും. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചർ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷനിലായിരിക്കും. ഓക്കെ, ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. H is equal to K into A TH minus TC by L. L എന്ന് പറയുന്നത് ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണെന്ന് പറയാം. ഇതാണ് ലെങ്ത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഏരിയയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇത് ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയയാണ് ഏരിയ. അപ്പം ഏരിയ കൂടിയാൽ ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. ഇനി K എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ആണ്. അപ്പോൾ എല്ലാ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി കാണുമായിരിക്കും. ഓക്കെ, സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. അടുത്തതായിട്ട് കൺവെക്ഷൻ എന്ന മെത്തേഡാണ്. ഫ്ലൂയിഡിൽ മാത്രം കണ്ടുവരുന്ന ഒരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കൺവെക്ഷൻ. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ആക്ച്വൽ മോഷൻ ഓഫ് മാറ്ററിലുള്ള മോഷൻസ് വഴിയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു അല്ലേ. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ. എക്സാമ്പിൾ, വാട്ടർ ഇൻ എ വെസൽ ഈസ് ഹീറ്റഡ് ഫ്രം ദി ബോട്ടം, ദി ഹോട്ട് വാട്ടർ മൂവ്സ് അപ്പ് അല്ലേ. ഒരു വെസലിലുള്ള വാട്ടർ നമ്മൾ നല്ല രീതിയിൽ ഹോട്ട് ആക്കിയാൽ, നമ്മൾ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്യാൻ എന്ത് പറ്റും, വാട്ടറിൻ്റെ മോളിക്യൂൾസ് 100 ഡിഗ്രി സെൽഷ്യസ് കഴിയുമ്പോഴത്തേക്ക് വാട്ടറിൻ്റെ മോളിക്യൂൾസ് ആ ഹീറ്റും കൊണ്ട്, അതിനെ അച്ചീവ് ചെയ്ത ഹീറ്റും കൊണ്ട് അത് വേപ്പറൈസ് ചെയ്ത് പോകും അല്ലേ. വാട്ടർ ഇൻ എ വെസൽ ഈസ് ഹീറ്റഡ് ഫ്രം ദി ബോട്ടം, ദി ഹോട്ട് വാട്ടർ മൂവ്സ് അപ്പ് അല്ലേ. ഹോട്ട് വാട്ടർ മുകളിലേക്ക് പോവില്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടിട്ട് അവിടുത്തെ ടെമ്പറേച്ചറിന് ഹീറ്റ് അവിടുത്തെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അല്ലേ. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ. അടുത്ത തേർഡ് ടൈപ്പ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ. അതായത് ഒരു മെറ്റീരിയൽ മീഡിയം ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിന് പറയുന്ന പേരാണ് റേഡിയേഷൻ. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്തൗട്ട് ദി നീഡ് ഓഫ് എനി മെറ്റീരിയൽ മീഡിയം. അപ്പോൾ മെറ്റീരിയൽ മീഡിയം ഒന്നും ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിന് പറയുന്ന പേരാണ് റേഡിയേഷൻ. അടുത്ത ഏറ്റവും ലാസ്റ്റിലെ ഒരു കാര്യമാണ് എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അത് സാധാരണ 2 മാർക്കിന് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബോഡി ആൻഡ് ദി സറൗണ്ടിങ്സ്. അതായത് ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡി ഒരു സറൗണ്ടിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് എന്നത് ആ ബോഡീൻ്റെ ഹീറ്റും ആ ബോഡീൻ്റെ ടെമ്പറേച്ചറിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള ആ സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചറിനും അതിന് പ്രൊപ്പോർഷനിലായിരിക്കും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലായിരിക്കും. റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബോഡി ആൻഡ് ദി സറൗണ്ടിങ്സ്. ബോഡി ആൻഡ് ദി സറൗണ്ടിങ്സ്, ആ ബോഡിയുടെ സറൗണ്ടിങ്സിന് ടെമ്പറേച്ചർ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലായിരിക്കും ഹീറ്റ് ലോസ് ചെയ്തത്. അപ്പം റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് -dq/dt ആയിട്ട് എടുക്കാം. റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബോഡി ആൻഡ് ദി സറൗണ്ടിങ്സ്. അതായത് -dq/dt is equal to K into T2 minus T1. ഇവിടെ K എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതെന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ആ ഒബ്ജക്റ്റിൻ്റെ സർഫസിനെയും ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പോസിറ്റീവ് വാല്യൂ വരുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് K എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.